ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ജെആർപി ട്രഷറർ പ്രസീത അഴീക്കോടും തമ്മിൽ സംസാരിക്കുന്ന മറ്റൊരു ശബ്ദരേഖ കൂടി പുറത്തുവന്നു. പണം നൽകുന്നതിന് മുൻപ് നടത്തിയെന്ന് കരുതുന്ന സംഭാഷണമാണ് പുറത്തുവന്നത്. എല്ലാം റെഡിയാക്കി ബാഗിൽ വെച്ചിട്ടുണ്ട് എന്നും കാര്യങ്ങൾ കൃഷ്ണദാസ് അറിയരുത് എന്നുമാണ് കെ സുരേന്ദ്രന്റേത് എന്ന് കരുതുന്ന ശബ്ദരേഖയിൽ പറയുന്നത്. ആരെ കാര്യം പറയുന്നു സാർ? ഈ കാര്യമൊന്നും പറയാൻ സാധ്യതയില്ല. ഇല്ല അവർ പറയില്ല. അതെ അത് അവർ ഉൾക്കൊള്ളൂല. ഇല്ലില്ല അവരത് പറയില്ല. അതവർ പറയില്ല. ഓക്കെ ഓ ആയിക്കോട്ടെ. അതെ അത് നമുക്കറിയാലോ സാറേ. ഭയങ്കര റിസ്ക് അല്ലേ? ഓ അത് ശരി. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ജെആർപി ട്രഷറർ പ്രസീത അഴീക്കോടും തമ്മിലുള്ള ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. പണം നൽകുന്നതിന് മുൻപ് നടത്തിയെന്ന് കരുതുന്ന സംഭാഷണമാണ് ഇപ്പോൾ പുറത്തുവന്നത്. എല്ലാം റെഡിയാക്കി ബാഗിൽ വെച്ചിട്ടുണ്ട് എന്നും കാര്യങ്ങൾ കൃഷ്ണദാസ് അറിയരുത് എന്നുമാണ് ശബ്ദരേഖയിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസം പ്രസീതയുടെ മറ്റൊരു ശബ്ദരേഖ പുറത്തുവന്നിരുന്നു. ഇപ്പോൾ CK ജാനുവുമായി പ്രസീത തിരുവനന്തപുരത്ത് എത്തിയെന്നും അതിനുശേഷം സുരേന്ദ്രനുമായി നടത്തിയ ഒരു ശബ്ദരേഖയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നതിന് പിന്നാലെ മറ്റൊരു ശബ്ദരേഖ കൂടി പുറത്തുവരുന്ന സാഹചര്യം. എന്തായാലും ഇതിൽ പറയുന്നത് പണം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നാണ്. മറ്റ് വിശദാംശങ്ങൾ എങ്ങനെയാണ്? കൃഷ്ണദാസ് പക്ഷം അറിയരുത് എന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഇതിൽ നൽകുന്നുമുണ്ടല്ലോ. ഇതിൽ പ്രസീത നിരന്തരം കെ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടു എന്ന് തെളിയിക്കുന്നതിൻ്റെ കൂടുതൽ രേഖകളാണ് അനുദിനം പുറത്തു വരുന്നത്. കാരണം സുരേന്ദ്രൻ തന്നെ ഇങ്ങനെ ഒരു പ്രസീത വിളിച്ചിട്ടുണ്ടാകാം, അത് കൃത്യമായി ഓർമ്മയില്ല എന്നും CK ജാനുവിനോട് ബന്ധപ്പെടാൻ അല്ലെങ്കിൽ അവരുമായി സംസാരിക്കാൻ അതിൻ്റെ നടുവിൽ ഒരാളുടെ ആവശ്യം ഇല്ല എന്നുമായിരുന്നു കെ സുരേന്ദ്രൻ്റെ അവകാശവാദം. പക്ഷെ അങ്ങനെയല്ല. ഈ പാർട്ടി പ്രസീതയാണ് ഈ കാര്യങ്ങൾ സംസാരിക്കാനായി ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ചുമതലപ്പെടുത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിരന്തരം പ്രസീത കെ സുരേന്ദ്രനുമായി സംസാരിച്ചിരുന്നു എന്നവർ വ്യക്തമാക്കിയിരുന്നു. അത് തെളിയിക്കുന്ന അനുബന്ധ രേഖകൾ, ശബ്ദരേഖകളാണ് അവർ പുറത്തുവിടുന്നത്. ഇത് ആദ്യം ഇതിൻ്റെ സ്ഥലം എവിടെയാണ് എന്ന് നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ചെയ്യുന്ന രേഖകൾ പുറത്തു വന്നിരിക്കുന്നു. ഇത് പണം അവിടെ മുറിയിലെത്തിയതിന് ശേഷം പണം കൈമാറുന്നതിന് തൊട്ട് മുൻപ് താൻ അവിടെ എത്തിക്കോളാം എന്ന് പറയുന്ന ഒരു ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ ഒരു കൃഷ്ണദാസ് ഇത് അറിയരുത് എന്നും പറയുന്നുണ്ട്. അത് അങ്ങനെ അറിയില്ല എന്ന ഉറപ്പ് പ്രസീത നൽകുന്നു. അപ്പോൾ അതൊക്കെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഈ രേഖയിൽ ഉള്ളത്, ഈ ശബ്ദരേഖയിൽ ഉള്ളത്. ഏതായാലും പ്രസീത ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കൂടുതൽ അടിസ്ഥാനപരമായുള്ള അല്ലെങ്കിൽ അത് കൂടുതൽ സാധൂകരിക്കുന്ന തെളിവുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം മറ്റൊരു ശബ്ദരേഖയും ഇവർ പുറത്തുവിട്ടിരുന്നു. അത് അവർ തിരുവനന്തപുരത്ത് എത്തിയ ശേഷം സുരേന്ദ്രനുമായി സംസാരിച്ച ഒരു ശബ്ദരേഖ തന്നെയാണ്. അതായത് പണം നൽകുന്നതിന് തൊട്ടു മുമ്പുള്ള ശബ്ദരേഖ, ഞങ്ങൾ തിരുവനന്തപുരത്ത് എത്തി എന്ന കാര്യം സുരേന്ദ്രനെ അറിയിക്കുന്ന ഒരു ശബ്ദരേഖയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. ഇപ്പോൾ പണം കൈമാറുന്നതിന് തൊട്ടു മുമ്പുള്ള ഒരു ശബ്ദരേഖ കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നതും തിരുവനന്തപുരത്ത് നിന്ന് തിരുവനന്തപുരത്ത് എത്തിയ ശേഷം സംസാരിച്ചതാണ് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. ഒപ്പം തന്നെ ഇനിയും കൂടുതൽ ശബ്ദരേഖ വരും എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട. കാരണം കഴിഞ്ഞ ദിവസം അനുവുമായി പ്രസീത സംസാരിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞിരുന്നു, ഓരോ ഘട്ടങ്ങൾ വരട്ടെ, അതിനനുസരിച്ച് ഞങ്ങൾ ശബ്ദരേഖ പുറത്തുവിടുമെന്നാണ് പ്രസീത പറഞ്ഞു വെച്ചത്. അപ്പോൾ വരും ദിവസങ്ങളിലും ഇനി ഇങ്ങനെയുള്ള ശബ്ദരേഖ പുറത്തു വരുമെന്ന് തന്നെ ഉറപ്പാണല്ലേ? ഇതിലൊരു കാര്യം വ്യക്തമാണ്. സുരേന്ദ്രൻ തുടർച്ചയായി പ്രസീതിയുമായി ഈ വിഷയം സംസാരിച്ചിരുന്നു. CK ജാനുവിനെ NDAയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടത്തിയിരുന്ന കെ സുരേന്ദ്രൻ അതിൽ ഇടനിലയായി സംസാരിച്ചിരുന്നത് ഈ പ്രസീത അഴീക്കോടാണ് എന്ന് വ്യക്തമാണ്. 5 ശബ്ദരേഖകൾ ഇതിനോടകം പുറത്തു വന്നിരുന്നു. ആദ്യത്തേത് CK ജാനുവിനെ NDAയിലേക്ക് മടക്കി കൊണ്ടുവരാൻ അവർ 10 ലക്ഷം രൂപ ആവശ്യപ്പെടുന്നു എന്ന തരത്തിൽ പ്രസീത കെ സുരേന്ദ്രനുമായി സംസാരിക്കുന്ന ശബ്ദരേഖയാണ്. അതിൽ തന്നെ പ്രസീത അന്ന് ഉന്നയിച്ചൊരു ആരോപണം 10 കോടി രൂപയാണ് CK ജാനു NDAയിലേക്ക് മടങ്ങി വരാൻ ആവശ്യപ്പെട്ടത്. പക്ഷേ അത് നടക്കില്ല എന്നൊക്കെയുള്ള ആദ്യം പുറത്തു വന്ന ഈ ശബ്ദരേഖയിൽ വ്യക്തമാക്കുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ആദ്യ ഗഡു എന്ന നിലയിൽ ഒരു 10 ലക്ഷം രൂപ നൽകാനുള്ള ഒരു തീരുമാനം എടുക്കുന്നത്. പിന്നീട് വന്ന ശബ്ദരേഖകളിൽ ഇത് എവിടെ വെച്ച് നൽകണം എന്നതിനെ സംബന്ധിച്ച് തീരുമാനം ചർച്ച വരുന്നു. അത് ആലപ്പുഴയിലോ കോട്ടയത്തോ വെച്ച് ഈ പണം കൈമാറാം എന്നതിനെ സംബന്ധിച്ചുള്ള ശബ്ദരേഖകൾ പുറത്തു വന്നിരുന്നു. പിന്നീട് ഇവർ യാത്ര ചെയ്ത് ഞങ്ങളവിടെ എത്താറായി
എന്ന് പറയുകയും CK ജാനു പല്ലുവേദന കൊണ്ട് അല്ലെങ്കിൽ കവിളിൽ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ഡോക്ടറെ കാണാൻ ആലോചിക്കുന്നു എന്ന തരത്തിൽ ഉള്ള കാര്യങ്ങൾ ചർച്ചയാകുന്നു. അവർ താമസിക്കുന്ന മുറി ഏത് എന്ന് ചോദിച്ചുകൊണ്ടുള്ള കെ സുരേന്ദ്രൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി വിളിക്കുന്ന ഫോൺ സംഭാഷണം പുറത്തു വരുന്നു. അങ്ങനെ മുറി ഇന്ന 503 നമ്പർ മുറിയിലാണ് എന്ന് അവർ പറഞ്ഞു കൊടുക്കുന്ന ശബ്ദരേഖ പുറത്തു വരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ 5ാമത്തെ ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്നത്. അതിലും ഇത്തരത്തിൽ ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ ഈ പണത്തെ സംബന്ധിച്ച് നടന്നിരുന്നു എന്നതിനെ സാധൂകരിക്കുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന ഈ ശബ്ദരേഖയിൽ പണം താൻ കയ്യിൽ എടുത്തിട്ടുണ്ട്, ഇത് ബാഗിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടക്കുന്നു, അതിൻ്റെ ടെൻഷൻ ആ ശബ്ദരേഖയിൽ വ്യക്തമാക്കുന്നു. അപ്പോൾ പണം ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു സമയത്ത് കൊണ്ടു നടക്കുന്നതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ട് കൂടി ആ ശബ്ദരേഖയിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഇത് സംബന്ധിച്ചുള്ള തെളിവുകൾ ഉണ്ട് എന്നവർ പറയുന്നു. മാത്രമല്ല 7-ാം തീയതി പണം കൈപ്പറ്റിയതിന് ശേഷം 8-ാം തീയതി CK ജാനു തിരിച്ച് വയനാട്ടിലെത്തിയിരിക്കുന്നു. പിന്നീട് നടന്ന അവരുടെ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം വേണം എന്ന ആവശ്യം വളരെ ശക്തമായി തന്നെ അവർ ഉന്നയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് സംബന്ധിച്ചുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി തയ്യാറാക്കുന്നത്. ഈ CK ജാനുവിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിച്ചാൽ ഈ പണം നൽകി എന്ന കാര്യവും ഇതിന് മുൻപ് നടന്ന ഇടപാടുകളെ സംബന്ധിച്ചുമൊക്കെ പുറത്തുവരും എന്നതാണ് ഈ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ശരി, എന്തായാലും ആ ശബ്ദരേഖ നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം. ആരെ കാര്യം പറയുന്നു സാർ? ഈ കാര്യമൊന്നും പറയാൻ സാധ്യതയില്ല. ഇല്ല അവർ പറയില്ല. അതെ അത് അവർ ഉൾക്കൊള്ളൂല. അത് ഇല്ല അവരത് പറയില്ല. അതവർ പറയില്ല. ഓക്കെ. ഓ ആയിക്കോട്ടെ. അതെ അത് നമുക്കറിയാലോ സാറേ. ഭയങ്കര റിസ്ക് ആയല്ലേ? ഓ അത് ശരി. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും JRP ട്രഷറർ പ്രസീത കൃഷ്ണയുമായുള്ള അഴീക്കോടുമായുള്ള ശബ്ദ സംഭാഷണമാണ് കേട്ടത്. ഇപ്പോൾ യുവമോർച്ച നേതാവ് പ്രഫുൽ കൃഷ്ണ നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. പ്രഫുൽ കൃഷ്ണ, എന്തായാലും BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പ്രസീതയുമായി സംസാരിച്ച മറ്റൊരു ശബ്ദരേഖ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ഇത് പണം കൈമാറുന്നതിന് തൊട്ടു മുമ്പുള്ള ശബ്ദരേഖയാണ് എന്നാണ് വ്യക്തമാകുന്നത്. എങ്ങനെയാണ് പ്രതികരണം? നോക്കൂ, കെ സുരേന്ദ്രനെതിരായിട്ട് എത്ര നാളുകളായിട്ട് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിന് ആദ്യം കൊടകര വിഷയവുമായി ബന്ധപ്പെട്ട് BJP ആണ് ആ കവർച്ച ആസൂത്രണം ചെയ്തത്. BJPയുടെ സംസ്ഥാന നേതാക്കന്മാർ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയാണ് എന്നായിരുന്നല്ലോ ആദ്യത്തെ ആരോപണം. ഇപ്പോഴിതാ ആ കൊടകര വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ മാധ്യമങ്ങളെല്ലാം തന്നെ അത്തരം പ്രചാരണങ്ങൾ അവസാനിപ്പിച്ച മട്ടാണ്. ഈ പ്രസീത അഴീക്കോട് തന്നെയാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞത് പണം കൊടുക്കുന്നത് താൻ കണ്ടു എന്നാണ് പ്രസീത അഴീക്കോട് അവകാശപ്പെട്ടത്. പക്ഷെ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമ ചർച്ചയിൽ തന്നെ പ്രസീത അഴീക്കോട് പണം കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പ്രസീത അഴീക്കോടിന് തിരിച്ചു പറയേണ്ടി വന്നു. എന്ത് വിശ്വാസതയാണ് പ്രസീത അഴീക്കോടിന്റെ വാക്കുകൾക്കുള്ളത്? അപ്പോ ഇതൊന്നും തന്നെ ഇതെല്ലാം തന്നെ BJPയെ കരിതേച്ച് കാണിക്കാനുള്ളത്. ഞാൻ ഒറ്റ കാര്യം പറയാം. പ്രസീത അഴീക്കോട് BJPക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് CPM നേതാവായിട്ടുള്ള P ജയരാജനുമായിട്ട് കണ്ണൂരിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടല്ലോ. ആ കൂടിക്കാഴ്ചയെ തുടർന്ന് CPMന്റെ നേതാക്കന്മാർ ഉണ്ടാക്കിയിട്ടുള്ള വലിയൊരു കഥയാണ്, ഒരു കള്ളക്കഥയാണ്. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ശബ്ദശകലങ്ങൾ പ്രചരിക്കുന്നത്. CPMനും പ്രസീതയ്ക്കും അതുപോലെ തന്നെ ഉള്ള ആളുകൾക്കും വേണ്ടി അവർക്ക് ആവശ്യമുള്ള ശബ്ദശകലങ്ങൾ മാത്രം കോർത്തിണക്കിക്കൊണ്ട് ആ ശബ്ദശകലത്തിന്റെ ആധികാരികതയൊക്കെ നമുക്ക് എങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുക? അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം തന്നെ BJP അതിനർഹമായിട്ടുള്ള അതേ കൽപ്പിക്കുന്നുള്ളൂ. ഞങ്ങള് പ്രസീതയുടെ വാക്കുകൾക്ക് ഞങ്ങൾ മുഖവിലക്കെടുക്കുന്നില്ല. അതിന് ആധികാരികത കൽപ്പിക്കാൻ കഴിയില്ല എന്നൊക്കെ നിങ്ങൾ പറയുമ്പോഴും ഇങ്ങനെ നിരന്തരം ഇപ്പോൾ പ്രസീത ഈ ശബ്ദ സംഭാഷണങ്ങൾ നിങ്ങളുടെ പാർട്ടി അധ്യക്ഷൻ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട ശബ്ദ സംഭാഷണങ്ങൾ ഇങ്ങനെ നിരന്തരം പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ 5ാമത്തെ ശബ്ദ സംഭാഷണവും മറ്റുമായി ഇങ്ങനെ പുറത്തുവിടുന്നത് ഏത് രീതിയിലുള്ള ഒരു പ്രതിരോധമാണ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങളുടെ കാര്യം കോടതി പോലും വിശ്വാസത്തിലെടുക്കാത്ത
പ്രഫുൽ കൃഷ്ണ, ചില സാങ്കേതിക പ്രശ്നങ്ങൾ താങ്കൾ പറയുന്നത് വ്യക്തമായി കേൾക്കാൻ കഴിയുന്നില്ല. എന്തായാലും BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും JRP ട്രഷറർ പ്രസീത അഴീക്കോടും തമ്മിൽ സംസാരിക്കുന്ന മറ്റൊരു ശബ്ദരേഖ കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് പണം കൈമാറുന്നതിന് തൊട്ടു മുമ്പുള്ള ശബ്ദരേഖയാണ് എന്ന് വേണം മനസ്സിലാക്കുമ്പോൾ തന്നെ ഈ പണം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട കൃഷ്ണദാസ് ഈ വിവരങ്ങൾ അറിയരുത് എന്നും സുരേന്ദ്രൻ പ്രസീതയോട് ഈ ശബ്ദരേഖയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. മറ്റു വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് പഠിക്കാൻ BJP കേന്ദ്ര നേതൃത്വം സമിതിയെ നിയോഗിച്ചിട്ടില്ല എന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. 3-അംഗ സമിതി എന്നത് ഭാവനാ സൃഷ്ടിയാണ്. കെ സുന്ദരിയെ കൊണ്ട് BJPക്കെതിരായി മൊഴി പറയിപ്പിച്ചതാണ്. താൻ അറസ്റ്റിനെ ഭയക്കുന്നില്ല എന്നും സുരേന്ദ്രൻ ഡൽഹിയിൽ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു 3-അംഗ സമിതിയുടെ അന്വേഷണ കമ്മിറ്റി വെച്ചിരിക്കുന്നു. ഞാൻ പറയുന്നത് അതൊക്കെ ഭാവനാ സൃഷ്ടിയാണ്. ചില ആളുകളുടെ ഭാവനാ സൃഷ്ടിയാണ്. നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിക്കുക. പ്രസിഡന്റ് പരിപാടി ഇല്ലാതെ ഡൽഹിയിൽ വന്നു എന്നുള്ളതാണോ നിങ്ങളുടെ ആരോപണം? ബാക്കിയുള്ള ആരോപണങ്ങളെല്ലാം അവസാനിച്ചോ? ഞാൻ ഒളിവിലാണ് പത്രസമ്മേളനം നടത്തുന്നത്. ഈ ആക്ഷേപിക്കുന്നവരാരാണ്? ഏത് മനുഷ്യരാണ്? BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതിയായ മഞ്ചേശ്വരം കോഴക്കേസിൽ നിർണായക തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു. സുന്ദരയ്ക്ക് BJP പ്രവർത്തകർ നൽകിയെന്ന് പറയുന്ന പണത്തിൽ 1 ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിച്ചതായി കണ്ടെത്തി. തനിക്ക് ലഭിച്ച പണം ചെലവായി പോയെന്നായിരുന്നു നേരത്തെ സുന്ദര നൽകിയിരുന്ന മൊഴി. കോവിഡ് ചികിത്സാ സാമഗ്രികൾക്ക് നികുതി ഇളവ് പ്രഖ്യാപിച്ച GST കൌൺസിൽ. പൾസ് ഓക്സിമീറ്റർ, മരുന്ന്, ടെസ്റ്റിംഗ് കിറ്റ് എന്നിവയ്ക്കാണ് നികുതി ഇളവ്. കോവിഡ് വാക്സിന്റെ GST 5% നിലനിർത്തും. ബ്ലാക്ക് ഫംഗസ് മരുന്നിനുള്ള നികുതി ഒഴിവാക്കി മന്ത്രിതല സമിതിയുടെ ശുപാർശകൾ GST കൌൺസിൽ യോഗം അംഗീകരിച്ചു. The GOM's recommendations have been accepted. The period up to August was the recommendation. After discussion in the council, that has been extended to September. One item, which is the furnaces, the electric furnaces which are used in the crematoriums, after the discussion in the council, have brought it down further to 5%. Then temperature checking equipments, bringing it down to 5%. And the third item, which is the ambulances, has been brought down to 12%. जो central government खरीद रही है 75%, और सेंट्रल गवर्नमेंट उसमें GST भी पे कर रही है, मगर जब लोग गवर्नमेंट की हॉस्पिटल के द्वारा सेंट्रल गवर्नमेंट के सप्लाई जो हो रही है 75% का मुफ्त में दिलाया जा रहा है, जनता के ऊपर उसके असर कुछ भी नहीं होगा. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും KP അഭിലാഷാണ് ചേരുന്നത്. അഭിലാഷ്, എന്തായാലും കോവിഡ് ചികിത്സാ സാമഗ്രികൾക്ക് നികുതി ഇളവ് പ്രഖ്യാപിച്ച GST കൌൺസിൽ. എന്തൊക്കെയാണ് കൂടുതലായുള്ള റിപ്പോർട്ടുകൾ? രഞ്ജിനി, കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സാധാരണക്കാരായ ആളുകൾക്ക് അടക്കം വളരെ ആശ്വാസകരമാകുന്ന തീരുമാനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. GST നികുതി കുറച്ചതിലൂടെ കോവിഡ് പ്രതിരോധത്തിനായുള്ള മരുന്നുകൾ, സാമഗ്രികൾ എന്നിവയുടെ വിലയും അതോടൊപ്പം കോവിഡുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്ക് നൽകിയ തുകയിലും വലിയ കുറവാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് ആംബുലൻസിന്റെ GST നിരക്ക് 28% എന്നത് ഇപ്പോൾ 12% കുറച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഹാൻഡ് സാനിറ്റൈസർ, ടെമ്പറേച്ചർ പരിശോധിക്കുന്നതിനാവശ്യമായ എക്യുപ്മെന്റുകൾ, പൾസ് ഓക്സിമീറ്റർ എന്നിവയ്ക്ക് 5% നികുതി കുറച്ചിരിക്കുന്നു. ഇതിൽ ഹാൻഡ് സാനിറ്റൈസറിനും അതോടൊപ്പം തന്നെ താപമാപിനിയുടെയും GST നിരക്ക് നേരത്തെ 18%. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഉൽപ്പന്നങ്ങളുടെയും വില കുറയും. പൾസ് ഓക്സിമീറ്ററിന് നേരത്തെ 12% നികുതി ഈടാക്കിയിരുന്നത്, അത് 5% കുറച്ചിട്ടുണ്ട്. കോവിഡ് ടെസ്റ്റിംഗ് കിറ്റുകൾക്കും അതോടൊപ്പം തന്നെ കൂടുതൽ പരിശോധന ആവശ്യമായിട്ടുള്ള ഡയഗ്നോസ്റ്റിക് കിറ്റുകൾക്കും 12% നികുതി എന്നത് 5% കുറച്ചിരിക്കുന്നു. വെന്റിലേറ്റർ മാസ്കുകളുടെ നികുതിയും 12% നിന്ന് 5% കുറച്ചു. മെഡിക്കൽ ഗ്രേഡ് ഓക്സിജന്റെ നികുതി 12% നിന്ന് 5% കുറച്ചു. അതുകൊണ്ട് തന്നെ ആശുപത്രികളിലും മറ്റും ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ആണിത്. ഈ നികുതി കുറയുന്നതിന്റെ ആനുകൂല്യം ഈ രോഗികളായിട്ടുള്ളവർക്കും ഇതിന്റെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നവർക്കും വരും ദിവസങ്ങളിൽ ലഭിക്കും. മറ്റൊന്ന്, ഈ ഇലക്ട്രിക് ശ്മശാനങ്ങൾക്ക് ഇലക്ട്രിക് ഹീറ്ററുകൾ ഉൾപ്പെടെ 18% നികുതി എന്നത് ഇത് 5% കുറയുകയും ചെയ്യും. അതോടൊപ്പം വാക്സിനുകൾക്ക് നേരത്തെ തന്നെ 5% നികുതിയാണ് ഈടാക്കിയിരുന്നത്. ഈ മന്ത്രിതല സമിതി വാക്സിന്റെ നികുതി കുറയ്ക്കണമെന്ന് ശുപാർശ ചെയ്തിരുന്നുമില്ല. എന്തായാലും വാക്സിനുകളുടെ നികുതി 5% തുടരുക തന്നെ ചെയ്യും. ശരി, KP അഭിലാഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.
സംസ്ഥാനങ്ങളുടെ ഇടപെടൽ കാരണമാണ് GSTയിൽ കുറവുണ്ടായത് എന്ന് സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ. RT-PCR പരിശോധനാ ഉപകരണത്തിന് നികുതി കുറയ്ക്കാത്തത് പ്രതിഷേധാർഹമാണ്. കോവിഡുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും നികുതി പാടില്ല എന്നായിരുന്നു കേരളത്തിന്റെ നിലപാടെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനങ്ങൾ കഴിഞ്ഞ GST കൗൺസിലിൽ അതിശക്തമായ നിലപാടെടുത്തതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ് ഇക്കാര്യം മനസ്സിലായത്, ഇതിനെ തയ്യാറായത്. ഇത് ഈ ചില കാര്യങ്ങൾ കൂടി കുറച്ചുകൂടെ ചെയ്യേണ്ടതായിരുന്നു ഇക്കാര്യത്തിൽ എന്നുള്ളത് നമ്മുടെ അഭിപ്രായം. നമ്മുടെ ആശുപത്രികൾ ഇന്ത്യയിലെ മൊത്തം കേരളത്തിനേക്കാളും 4-1 പോലും സൗകര്യങ്ങളില്ല. 4-1 പോലും സൗകര്യമില്ലാത്തൊരു സ്ഥലത്ത് സാധാരണക്കാർ പലപ്പോഴും സർക്കാർ ആശുപത്രി അല്ലാതെ സ്വകാര്യ ആശുപത്രികളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അവിടെ കൊടുക്കുന്ന 25% കൂടി സീറോ റേറ്റിംഗ് ആക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞത്. അത് ജനങ്ങൾക്ക് ആ ഗുണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ കേന്ദ്ര ഗവൺമെൻറ് ന്യായം അതിൻ്റെ കാര്യമില്ല എന്നാണ് കേന്ദ്രത്തിൻ്റെ അഭിപ്രായം. ഇതൊരു ചെറിയ വിജയമല്ല, ഇതൊരു സംസ്ഥാനങ്ങളുടെ കളക്റ്റീവായ എഫർട്ടിന് കിട്ടിയ ഒരു വലിയ വിജയമാണ്. ബാക്കിയും കൂടെ വരേണ്ടതുണ്ട്. പക്ഷേ ഇത് നിരന്തരമായിട്ട് അതിനകത്ത് എല്ലാവരും ചേർന്ന് പറഞ്ഞതുകൊണ്ടുണ്ടായ ഒരു ഇടപെടലാണ്. സംസ്ഥാനത്ത് കോവിഡ് വാക്സിൻ ക്ഷാമം അതിരൂക്ഷം. ആദ്യ ഡോസ് എടുത്തവർക്ക് രണ്ടാം ഡോസ് കിട്ടാനില്ല. 2 ഡോസും കിട്ടിയത് 6% പേർക്ക് മാത്രമാണ്. ഭൂരിഭാഗം ജില്ലകളിലും വാക്സിനേഷൻ മുടങ്ങിയിട്ട് 2 ദിവസമായി. മൂന്നാം തരംഗത്തെ നേരിടാൻ വാക്സിനേഷൻ വേഗത്തിലാക്കണം. പക്ഷേ വാക്സിൻ സ്റ്റോക്കില്ല. വാക്സിനേഷൻ പൂർണ്ണമായും സൗജന്യമാക്കിയതോടെ കേന്ദ്രം അനുവദിക്കാതെ നേരിട്ട് കമ്പനികളിൽ നിന്ന് വാങ്ങുന്നതും പ്രായോഗികമല്ല. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് മേഖലകളിൽ കോവിഷീൽഡ് പൂർണ്ണമായും തീർന്നു. കോഴിക്കോട്, എറണാകുളം മേഖലാ സ്റ്റോറേജിൽ കോവാക്സിനും സ്റ്റോക്കില്ല. 2011 സെൻസസ് അനുസരിച്ച് 26.2% പേർക്ക് 1-ാം ഡോസും 6.61% പേർക്ക് 2-ാം ഡോസും നൽകിയിട്ടുണ്ട്. 45 വയസ്സിന് മുകളിൽ 2 ഡോസ് കിട്ടിയത് 23% പേർക്ക് മാത്രം. 45 വയസ്സിന് മുകളിൽ ആദ്യ ഡോസ് കിട്ടിയത് 59% പേർക്കും. മൂന്നാം തരംഗം തടയണമെങ്കിൽ 5 കോടി ഡോസ് വാക്സിനെങ്കിലും കേരളത്തിന് ലഭിക്കേണ്ടതുണ്ടെന്നാണ് വിദഗ്ധ അഭിപ്രായം. മൂന്നാം തരംഗം പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ മൂന്നാം തരംഗത്തിൽ ആഘാതത്തിന് ഒരു അയവ് വരുത്താൻ സാധിക്കുമോ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. അത് ചെയ്യണമെങ്കിൽ ഒരു 60% ആളുകൾക്കെങ്കിലും, അതായത് കേരളത്തിന്റെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 4.5 കോടി ഡോസ് എങ്കിലും കിട്ടണം. എങ്കിലേ നമുക്ക് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടുകൂടി അത്രയും ആൾക്കാർ കൊടുത്ത് തീർന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മൂന്നാം തരംഗത്തിന്റെ കൺട്രോൾ സാധ്യമാകുകയുള്ളൂ. 40 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള 56 വിഭാഗങ്ങളെയും മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി വാക്സിൻ നൽകുന്നുണ്ട്. ഇന്ന് രാത്രിയോടെ കൂടുതൽ വാക്സിൻ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഇന്നും നാളെയും ട്രിപ്പിൾ ലോക്ഡൌണിന് സമാനമായ കടുത്ത നിയന്ത്രണങ്ങൾ. പൊതുനിരത്തുകളിൽ പോലീസ് പരിശോധന കൂടുതൽ കർശനമാക്കി. സർക്കാർ നിർദ്ദേശം അവഗണിച്ച് ജീവനക്കാർ സെക്രട്ടേറിയറ്റിൽ ജോലിക്കെത്താത്തതിനെ തുടർന്ന് ഹാജർ നില പരിശോധിക്കാൻ ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കി. ന്യൂസ് 18 ക്യാമ്പയിൻ വഴിയടഞ്ഞ ജീവിതങ്ങൾ. ജോലിക്കിടെ ഉണ്ടായ അപകടം ശരീരത്തിന്റെ പാതി തളർത്തിയപ്പോൾ തൊടുപുഴക്കാരൻ വിഷ്ണു അതിജീവനത്തിന് കണ്ടെത്തിയ മാർഗമാണ് പേപ്പർ പേനകളുടെയും കുടകളുടെയും നിർമ്മാണം. എന്നാൽ കോവിഡ് വ്യാപനവും ലോക്ഡൌണും ഈ ചെറുപ്പക്കാരന്റെ പ്രതീക്ഷകൾ തകിടം മറിച്ചു. നിർമ്മിച്ച സാധനങ്ങൾ വിറ്റുപോകാതെയായപ്പോൾ വിഷ്ണുവിന് മുന്നിൽ ഇനി എന്തെന്ന ചോദ്യങ്ങൾ മാത്രമാണ് ബാക്കി. അപകടത്തിൽ ശരീരം പകുതി തളർന്ന വിഷ്ണുവിന്റെ ഉപജീവന മാർഗമായിരുന്നു പേപ്പർ പേനകളുടെയും കുടകളുടെയും നിർമ്മാണം. ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് അന്നുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ പ്രയാസം. അപ്പോഴാണ് കോവിഡും ലോക്ക്ഡൌണും വീണ്ടും വില്ലനായത്. കുടയും പേനയും വിറ്റുള്ള വരുമാനം കൊണ്ടുവേണം അമ്മയും ഭാര്യയും 2 കുട്ടികളുമടങ്ങുന്ന കുടുംബം കഴിയാൻ. 50,000 രൂപ ലോണെടുത്താണ് നിർമ്മാണത്തിനാവശ്യമായ സാധനങ്ങൾ വാങ്ങിയത്. എന്നാൽ നിർമ്മിച്ച സാധനങ്ങൾ വിറ്റുപോകാത്തത് വിഷ്ണുവിനെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഒന്നാമത് സ്കൂളില്ല, എല്ലാവർക്കും മേടിക്കണമെന്നുണ്ട് കുട. പക്ഷേ ഓൺലൈനായിട്ട് ബിസിനസ്സായിട്ട് നമ്മൾ ചെറുകിട ഇതായതുകൊണ്ട് നമ്മളെ വിശ്വാസം കുറവാണ്. 50,000 രൂപയുടെ സാധനം എടുത്തു, ഇപ്പം 50,000 രൂപ കിട്ടിയില്ല. കൂലിപ്പണിക്കാരനായ വിഷ്ണു 2017 ഒക്ടോബറിൽ വീട് മേയുന്നതിനിടെ താഴെ വീഴുകയായിരുന്നു. നട്ടെല്ലിന് ഗുരുതരമായി ക്ഷതമേറ്റതോടെ 1 വർഷത്തോളം വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായി. പിന്നീട് എഴുന്നേറ്റിരിക്കാമെന്നായെങ്കിലും വീൽ ചെയറിൽ ഒതുങ്ങേണ്ടി വന്നു. തുടർന്നാണ്
ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പേപ്പർ കാരി ബാഗുകളും പേനകളും കുടകളും നിർമ്മിക്കാൻ തുടങ്ങിയത്. സ്കൂളുകളും കടകളും അടഞ്ഞതോടെ ഇവയൊക്കെ വീട്ടിൽ കെട്ടിക്കിടക്കുകയാണ്. സ്വന്തമായി വീടില്ലാത്ത വിഷ്ണുവും കുടുംബവും തൊടുപുഴയ്ക്കടുത്ത് ഇളംദേശത്ത് വാടക വീട്ടിലാണ് താമസം. കോവിഡ് പ്രതിസന്ധി നീളുന്ന സാഹചര്യത്തിൽ ഇനി എന്ത് എന്ന ചോദ്യമാണ് ഇവർക്ക് മുന്നിൽ. ന്യൂസ് 18 തൊടുപുഴ. ചരക്ക് സേവന നികുതി കുടിശ്ശിക പരിഹരിക്കുന്നതിനായി പ്രഖ്യാപിച്ച ആംനസ്റ്റി പദ്ധതിയിലേക്ക് സംസ്ഥാനത്തെ വ്യാപാരികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വാറ്റ്, കേന്ദ്ര വിൽപ്പന നികുതി, കാർഷികാദായ നികുതി, പൊതുവിൽപ്പന നികുതി, ആഡംബര നികുതി, സർചാർജ് എന്നിവയിലെ കുടിശ്ശിക ഇളവിനാണ് അപേക്ഷ നൽകേണ്ടത്. ഒരുമിച്ച് അടയ്ക്കുന്നവർക്ക് കുടിശ്ശികയുടെ 40% ഇളവ് ലഭിക്കും. ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ചരക്ക് സേവന നികുതി വകുപ്പ് കമ്മീഷണർ അറിയിച്ചു. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് നടന്ന കടുംവെട്ടാണ് മരം കൊള്ളയെന്നും ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് എന്നും BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. IAS ഉദ്യോഗസ്ഥൻ മാത്രമെടുത്ത തീരുമാനമാണെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തി അന്വേഷിക്കാൻ സർക്കാർ തയ്യാറാകണം. വീരപ്പന്മാരുടെ ഭരണമാണ് കേരളത്തിൽ. കാനം രാജേന്ദ്രനും ബിനോയ് വിശ്വവും ഉൾപ്പെടെയുള്ളവർ മൌനത്തിലാണ്. 16-ാം തീയതി BJPയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് മരംകൊള്ള വിഷയത്തിൽ പ്രതിഷേധം നടത്തുമെന്നും കെ സുരേന്ദ്രൻ ഡൽഹിയിൽ പറഞ്ഞു. പാർട്ടിക്കാരനാണല്ലോ, എന്താ മിണ്ടാത്തത് അവർ രണ്ടുപേരും? ഇതെല്ലാം രാഷ്ട്രീയ തീരുമാനമാണ്. യൂറോകപ്പ് ആവേശം. Eriksson lurking ominously. They worked away to Christian Eriksen, who fights a second, and they turn this tie on its head. യൂറോകപ്പിൽ ഇന്ന് 3 മത്സരങ്ങൾ. ഗ്രൂപ്പ് എയിൽ സ്വിറ്റ്സർലാൻഡ് വെയിൽസിനെ നേരിടും. വൈകുന്നേരം 6:30 മത്സരം. രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ ഫിൻലാൻഡാണ് ഡെൻമാർക്കിന്റെ എതിരാളികൾ. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ബെൽജിയവും റഷ്യയും ഏറ്റുമുട്ടും. സൂപ്പർ താരം കെവിൻ ഡി ബ്രൂയിൻ കളിക്കാത്തത് ബെൽജിയത്തിന് തിരിച്ചടിയാകും. നെറ്റ്വർക്ക് 18 ഫെഡറൽ ബാങ്കും ചേർന്ന് നടത്തുന്ന സഞ്ജീവനിയെ ഷോർട്ട് ഓഫ് ലൈഫ് ക്യാമ്പയിൻ നമ്മൾ ഓരോരുത്തരെയും കോവിഡ് വാക്സിനേഷന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുകയാണ്. ഈ മഹാമാരിക്കാലത്തെ നമുക്ക് ഒരുമിച്ച് അതിജീവിക്കാം. ഈ ദൌത്യത്തിനായി തയ്യാറാക്കിയ ആമുഖ ഗാനത്തിലേക്ക്. കോവിഡ് വാക്സിനേഷന്റെ സന്ദേശം രാജ്യത്തിന് പകർന്ന നെറ്റ്വർക്ക് 18 ഫെഡറൽ ബാങ്കും ചേർന്ന് സംഘടിപ്പിക്കുന്ന സഞ്ജീവനി ഗാഡി പ്രയാണം തുടരുകയാണ്. 5 സംസ്ഥാനങ്ങളിലൂടെയാണ് സഞ്ജീവനി ഗാഡിയുടെ പ്രയാണം. ഇതുവരെ 166 ഗ്രാമങ്ങളിലൂടെ 79,550 പേരിലാണ് വാക്സിനേഷൻ സന്ദേശവുമായി സഞ്ജീവനി ഗാഡി എത്തിയത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com.